ഹലോ ഗായ്സ്, വെൽക്കം ടു ഏരീസ് ആൻഡ് ടിക്സ്. സോ നമുക്കിന്നൊരു പയർ തോരൻ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനാവശ്യമായ പയർ, അതായത് ഞാനൊരു 1/2 കിലോളം പയർ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഒരു 4-5 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും, ഒരു പച്ചമുളക്, കറിവേപ്പില, സ്വല്പം ജീരകം, പിന്നെ ആവശ്യമായ തേങ്ങ. ഒരു 2 പിടിയോളം തേങ്ങ എടുക്കാവുന്നതാണ്. ഇത്ര എടുത്ത് വയ്ക്കുക. ആദ്യം നമുക്ക് തേങ്ങ ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചുമന്നുള്ളിയിൽ ഒരു 2 ചുവന്നുള്ളി നമുക്ക് ഇതിൽ അരയ്ക്കാനെടുക്കാം. ഈ തേങ്ങ ഫുള്ള് ജാറിലെടുക്കുക. 2 വെളുത്തുള്ളി മുറിച്ചിടുക. 1-2 ചുവന്നുള്ളി നമ്മുടെ ഇഷ്ടാനുസരണം അതിലേക്ക് ചേർക്കുക. ജീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിനോടൊപ്പം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരയല്ല, ചതഞ്ഞാൽ മതിയാവും. പിന്നെ ഒരു പാത്രത്തിലേക്ക് കടുകിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ചൊന്നെടുത്ത് മാറ്റി വയ്ക്കണം. നിങ്ങളെൻ്റെ യൂഷ്വലായിട്ടുള്ള എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കുക, അവസാനം അതിൻ്റെ മുകളിലൂടെ വിതറാൻ. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ പയറും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരുമ്പോൾ വേണം പയർ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നല്ല പോലെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടും. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റും കൂടി അടച്ച് വെച്ച് നന്നായിട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ അതിലൊന്ന് പിടിക്കാൻ വയ്ക്കുക. നന്നായിട്ട് അടച്ച് ഒന്ന് വെന്ത് വരാൻ വെക്കണം, ആ തേങ്ങയുടെ എല്ലാം ഫ്ലേവർ ഇറങ്ങുന്ന രീതിയിൽ. അങ്ങനെ നമ്മളുടെ രുചികരമായിട്ടുള്ള പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. So for such videos, subscribe my YouTube channel.